ഭാര്യയ്ക്ക് സൗന്ദര്യം കുറവ്, പണം കുറഞ്ഞുപോയി. ഭാര്യയുടെ മരണത്തിൽ ഇപ്പോൾ ഒരു ഭർത്താവ് അറസ്റ്റിലായിരിക്കുകയാണ്. സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞ പ്രബിൻ നിരന്തരം വിഷ്ണുജയെ ആക്ഷേപിച്ചിരുന്നുവെന്ന് കുടുംബം പറയുന്നു. വിവാഹം കഴിഞ്ഞ് 1.5 വർഷമായിട്ടും ഒപ്പം വാഹനത്തിൽ കൊണ്ടുപോകാനോ വിഷ്ണുജയുടെ വീട്ടിലേക്ക് വരാനോ ഈ ഒരു പ്രബിൻ തയ്യാറായിരുന്നില്ല. ഒപ്പം കൊണ്ടു നടക്കാനുള്ള സൗന്ദര്യം ഇല്ല എന്നാണ് പ്രബിൻ പറഞ്ഞിരുന്നതെന്നും ബന്ധുക്കൾ പറയുന്നു. സംഭവം നടന്നിരിക്കുന്നത് മഞ്ചേരിയിലാണ്, എളങ്കൂരിൽ. യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഇപ്പോൾ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. പേലേപ്പുറം കാപ്പിൻതൊടി വീട്ടിൽ വിഷ്ണുജ. വെറും 26 വയസ്സ് മാത്രമാണ് കുട്ടിക്കുള്ളത്. മരിച്ച സംഭവത്തിൽ ഭർത്താവ് പ്രബിനെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഭർത്തൃ വീട്ടിലെ പീഡനമാണ് മരണ കാരണമെന്ന് ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് കേസ്. ബെഡ്റൂമിന്റെ ജനലിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു യുവതിയെ കണ്ടെത്തിയത്. 2 കൈയിൽ നിന്നും രക്തം വാർന്ന നിലയിലായിരുന്നു. വിഷ്ണുജയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും കുടുംബം ആരോപിച്ചിരുന്നു. ഭർത്തൃ വീട്ടിലെ മാനസിക പീഡനം സംബന്ധിച്ചും നേരത്തെ സ്വന്തം വീട്ടുകാർക്ക് ഈ കുട്ടി സൂചന നൽകിയിരുന്നു. ഇപ്പോൾ മരണത്തിൽ ഇപ്പോൾ ദുരൂഹതയുണ്ട് എന്ന് ബന്ധുക്കളും പറയുന്നു. സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞ പ്രബിൻ നിരന്തരം വിഷ്ണുജയെ ആക്ഷേപിച്ചിരുന്നുവെന്ന് കുടുംബത്തിന് അറിയാമായിരുന്നു. കുടുംബം അത് പറയുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ 1.5 വർഷമായിട്ടും ഒരുമിച്ച് ഒരു വാഹനത്തിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ വിഷ്ണുജയുടെ വീട്ടിലേക്ക് വരാനോ പ്രബിൻ തയ്യാറായിരുന്നില്ല. ഒപ്പം കൊണ്ട് നടക്കാനുള്ള സൗന്ദര്യമില്ല എന്നാണ് പ്രബിൻ പറഞ്ഞിരുന്നതെന്ന് ബന്ധുക്കൾ പറയുന്നു. സ്ത്രീധനം കുറഞ്ഞു പോയെന്ന് പറഞ്ഞും അവർ ആക്ഷേപം നടത്തിയിരുന്നു. മാനസികമായി വിഷ്ണുജ വളരെയധികം പീഡനം നേരിട്ടിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നേഴ്സാണ് പ്രവീൺ. 2023 മെയ്യിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത്. ഡിഗ്രി പഠനത്തിന് ശേഷം HTC കോഴ്സ് പൂർത്തിയാക്കി ബാങ്കിംഗ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു വിഷ്ണുജ. പൂക്കോട്ടുപാടം മാനിയിൽ പാലോളി വാസുദേവന്റെ മകളാണ്. ഇന്നലെ സ്വന്തം വീട്ടിലേക്ക് വരുമെന്ന് അറിയിച്ചിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു. ഈ ഒരു വാർത്തയൊക്കെ കാണുമ്പോൾ പേഴ്സണലി എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടി വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. വളരെ വിദ്യാസമ്പന്നയായ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഭർത്തൃ വീട്ടിൽ നിന്നും ഇത്തരം പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ ആ കുട്ടി വീട്ടുകാരെ അറിയിച്ചിരുന്നു. വീട്ടുകാരുടെ ഭാഗത്തുള്ളൊരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയത്, ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ തന്നെ ആ കുട്ടിയെ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരിക, അല്ലാതെ മറ്റൊരു വീട്ടിലെ ഒരു വേലക്കാരിയായിട്ടോ അല്ലെങ്കിൽ അവർക്ക് തല്ലാനുള്ള ഒരു ഉപകരണമോ അല്ല നിങ്ങളുടെ മക്കളെന്ന് മനസ്സിലാക്കുക. ഒരുപക്ഷെ നേരത്തെ ഈ കുട്ടിയെ വിളിച്ചു കൊണ്ടുവന്നിരുന്നെങ്കിൽ അതിൻ്റെ ജീവനെങ്കിലും ഇപ്പോൾ ഭാഗ്യമുണ്ടായേനെ. മറ്റൊരു കാര്യം, ഈ പെൺകുട്ടി, ഇങ്ങനെയുള്ള പെൺകുട്ടികളോട് പറയാനുള്ളത്, വിദ്യാസമ്പന്നരായി നിങ്ങൾക്ക് ഇതുപോലെ ഇത്തരം ചൂഷണങ്ങൾ നിങ്ങൾ അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ മാന്യമായി തന്നെ ഡിവോഴ്സ് ചെയ്യുക. ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തായിരുന്നു വലിയൊരു സംഭവമായിട്ട് എടുക്കുന്നത്. ആൾക്കാരുടെ കുത്തുവാക്കും നോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വളരെ അഭിമാനത്തോടു കൂടി ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫാമിലിയിലേക്ക് വിവാഹം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ചേരാത്ത ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ അത് ഒട്ടും നിങ്ങൾ ആ ഒരു വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു ഗിൽറ്റി ഫീലൊന്നും നിങ്ങൾ ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഡിവോഴ്സ് വാങ്ങി മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുക. രണ്ടാമത് വിവാഹം കഴിച്ച് വളരെ സക്സസ് ആയിട്ട് പോകുന്ന എത്രയോ ആൾക്കാരുണ്ട് നമ്മുടെ ലോകത്ത്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇത്തരം ഒരു ഫാമിലിയിൽ ചെന്നുപെട്ടാൽ ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത്, ഡിവോഴ്സിലേക്ക് പോകുമ്പോൾ അത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, അത് ആ വ്യക്തിയുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെ തെറ്റുകാരാകും? സൊസൈറ്റിയുടെ മുമ്പിൽ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കും എന്ന് വിചാരിക്കുന്ന പെൺകുട്ടികളോടുകൂടി ചോദിക്കാനുള്ളത്, നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും ചെലവിന് തരുന്നത് ഈ പറഞ്ഞ നാട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റം പറയുന്ന ബന്ധുക്കളോ ആണോ? ഒരു 1000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ നിങ്ങൾക്ക് സഹായിക്കുന്നതും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും നിങ്ങളുടെ വീട്ടുകാരല്ല. അപ്പോൾ ആ വീട്ടുകാർക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. അച്ഛനമ്മമാരിയ്ക്കുമ്പോൾ മക്കൾ മരിക്കുക എന്ന് പറയുന്നത് അവർക്ക് മരണം വരെ താങ്ങാനാകാത്ത വലിയൊരു ദുഃഖം തന്നെയാണ്.
ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് പോവുക, നിങ്ങൾ ഇറങ്ങി പോവുക, നിങ്ങൾ സന്തോഷത്തോടെ, ഇവിടെ എത്രയോ സ്ഥാപനങ്ങളുണ്ട്, വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിക്കാമല്ലോ. അല്ലാതെ സ്വന്തം ജീവിതം ഏതോ ഒരുത്തന് വേണ്ടി, ഇങ്ങനെ മൃഗീയമായ സ്വഭാവമുള്ള ഒരുത്തന് വേണ്ടിയിട്ട് നശിപ്പിക്കാനുള്ളതാണോ നിങ്ങളുടെ ജീവിതം? ഇപ്പൊ ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ നിങ്ങളെല്ലാരും കണ്ടു കാണും. സൗന്ദര്യമില്ല എന്ന് പറയുന്നു. അയാളെക്കാളും എത്രയോ സുന്ദരിയാണ് ആ പെൺകുട്ടി. എവിടെയാണ് സൗന്ദര്യമില്ലാത്തത് ആ പെൺകുട്ടിക്ക്? നല്ല മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പം ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ വരുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നിങ്ങളുടേതായിട്ടുള്ള ഒരു ജീവിതം, മറ്റൊരു